ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് $130 മില്യൺ ഫണ്ടിങ് ഉള്ള ഒരു ഒന്നൊന്നര പ്രൊജക്റ്റാണ് സമ എന്ന് പറയുന്നത്. പക്ഷേ ആകെ ഒരു ഡ്രോബാക്ക് ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണുള്ളത്. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പ്രോജക്റ്റ് മിസ്സാകാതിരിക്കാൻ നോക്കുക. കാരണം വളരെ അടിപൊളി യൂട്ടിലിറ്റിയും നല്ല ഫണ്ടിങ്ങും നല്ല ബാക്കേഴ്സും ഉള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ സാമ FHE എന്ന് പറയുന്നത് ഫുള്ളി ഹോമോമോർഫിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് ബ്ലോക്ക് ചെയിൻ മാത്രമല്ല. അവർ പ്രോജക്റ്റിൻ്റെ വൈറ്റ് പേപ്പറിലൊക്കെ വെബ് 2ലും വെബ് 3ലും അവർക്ക് എന്ത് ചെയ്യാം, ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഒരു ഓപ്പൺ സോഴ്സ് കൈൻഡ് ഓഫ് പ്രോജക്റ്റാണ് എന്ത് സാമ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് പ്രോജക്റ്റിന് വേണമെങ്കിലും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു കൈൻഡ് ഓഫ് ഓപ്പൺ സോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഫുള്ളി ഓപ്പൺ സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് നെറ്റ് ഉണ്ട്. പക്ഷേ ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ അത് ആക്റ്റീവ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവരുടെ എക്സ് പേജ് ഫോളോ ചെയ്തിരിക്കുക. അതിലെന്തായാലും നോട്ടിഫിക്കേഷൻ വരും എപ്പോഴാണ് ടെസ്റ്റ് നെറ്റ് ഓപ്പൺ ആവുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി ടെലഗ്രാം ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൽ കയറുക, എന്നിട്ട് ഏതെങ്കിലും റോൾസ് അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജ് എന്തായാലും ഫോളോ ചെയ്യാൻ നോക്കുക. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ടെസ്റ്റ് നെറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് വെറുതെ സ്വാപ്പിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നമ്മൾ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റും, ചോദിക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഗിൽഡ് ഉണ്ട്. ഗിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽഡ് ഒരു കൈൻഡ് ഓഫ് ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് സോഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന, അതായത് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വെച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഗിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിൽഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണക്ട് ചെയ്യണം. അതായത് നമ്മൾ ഗിൽഡിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് അക്കൗണ്ട്, ഡിസ്കോഡ് അക്കൗണ്ട് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റാബി വാലറ്റ് വെച്ചിട്ട് എന്താണ് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണത്. കണക്റ്റ് കൊടുക്കുക, വെരിഫൈ അഡ്രസ്സ് കൊടുക്കുക, സൈൻ ചെയ്യുക, കൺഫേം കൊടുക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണം, നമ്മുടെ എൻ്റെ എക്സ് പ്രൊഫൈൽ, അതുപോലെ എൻ്റെ ഡിസ്കോഡ്, എൻ്റെ ടെലഗ്രാം, എൻ്റെ ഇമെയിൽ ID വരണം, എൻ്റെ ഗിറ്റ് ഹബ്, പിന്നെ എൻ്റെ മെയിൽ ബോക്സ്, പിന്നെ ഫാർകാസ്റ്റ് ആണെങ്കിൽ ഫാർകാസ്റ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ മാക്സിമം ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാം ചെയ്തിട്ടാണോ. പിന്നെ എന്താണ് ലിങ്ക്ഡ് അഡ്രസ്സിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലിങ്ക് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ഗിൽഡ് പിൻസ് ആണ്. ഗിൽഡ് പിൻസ് ഞാൻ പൈസ കൊടുത്ത് പിന്നെ ഉണ്ട്. ഇതിനിപ്പോൾ ഗിൽഡ് പിൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇത് കണക്ട് ചെയ്തിടാൻ നോക്കുക. ഫസ്റ്റ് തന്നെ ഇത് എന്ത് ചെയ്യണം, എല്ലാതും ഇത് കണക്ട് ചെയ്യണം. ഇതാണ് മസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവർ വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങളൊരു ടാസ്ക് ചെയ്യണം. ഇപ്പോൾ അവരുടെ ഒരു എക്സ് പോസ്റ്റ് ലൈക്ക് ചെയ്യാൻ പറയാണ്. അപ്പോൾ ആ എക്സ് പോസ്റ്റ് ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സ് അക്കൗണ്ടോട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുക, അത് കണക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഇത് കണക്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ഗിൽഡ് എന്ന് പറഞ്ഞൊരു ബട്ടണായി കാണാം. അപ്പോൾ ആ ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്ത് ചെയ്യും, അതിങ്ങനെ എറർ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് എന്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ക്യാപ്ച എന്ന് കാണും. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ജോയിൻ ഗിൽഡ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഗിൽഡിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഗിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഗ്രൂപ്പ് പോലെ, സാമയുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമയുടെ ഒരു ചാനൽ. നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ നമ്മൾ ജോയിൻ ചെയ്യില്ല, സെർവർ ജോയിൻ ചെയ്യില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടാസ്കുകളുണ്ട്. ഇതെന്തുകൊണ്ട് എല്ലാവർക്കും ഇതിൽ എല്ലാ ടാസ്കും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടാസ്ക് ഇതാണ്, ആ വെരിഫൈഡ് ഇമെയിൽ അഡ്രസ്സ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ ക്യാപ്ച കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ റോൾ കിട്ടി. സാധാരണ ഗിൽഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, DC ഒരു റോൾ കിട്ടാണ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് റോളായിട്ടല്ല, ബട്ട് നമ്മുടെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നപ്പോൾ നമ്മൾ ഓരോ ഗിൽഡ് കിട്ടുന്ന പറയില്ല, അതുപോലെ ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഗിൽഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓരോ ഗിൽഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു ഓൾമോസ്റ്റ് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യണോ അത്രയും ബെറ്റർ എന്ത് ചെയ്യും, റിവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സോഷ്യൽ ടാസ്ക് ഒക്കെയാണ്. അവിടെ എന്ത് കാണാൻ പറ്റും, നമുക്കിവിടെ സമ ഫോർകാസ്റ്റർ. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ ഇതുണ്ട് എനി 3 ഓഫ് ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഫാർകാസ്റ്റർ എനിക്ക് അക്കൗണ്ട് ഇല്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നോക്കിയാൽ സമ ടെലഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ, ജോയിൻ ചെയ്ത് ചെയ്യണം. സമ എക്സിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ, ജോയിൻ ചെയ്യണം. സമയുടെ റെഡിറ്റ് അക്കൗണ്ട് ഞാൻ ജോയിൻ ചെയ്യണം. റെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗിൻ്റെ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സമയുടെ ഇതിൽ ജോയിൻ ചെയ്യത്തുള്ളൂ. അത് 3 ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഗിൽഡിലേക്ക് ആക്സസ് കിട്ടും. അപ്പോഴാണ് എന്ത് കാണുന്നത്, ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണുന്നത്, യു ഹാവ് ആക്സസ് എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഈ ഒരു ഗ്രീൻ ബട്ടൺ വരണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടും എനിക്ക് ഇവിടെ റീചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ റീചെക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ റീകണക്ട് കൊടുക്കാൻ പറ്റും. ചില സമയത്ത് നമ്മളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീകണക്ട് കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഇത് ഭയങ്കര സ്ലോ ഉള്ള സൈറ്റാണ്. അപ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം ഇത് ഓരോന്നും ചെയ്യുമ്പോഴും. അപ്പോൾ ഞാൻ റീകണക്ട് കൊടുക്കുക, കുറച്ച് ചെക്കിങ് ആക്സസ് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ആക്സസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ഈ ഒരു ടോട്ടൽ ഗിൽഡിലേക്ക് എനിക്ക് ആക്സസ് കിട്ടും. അപ്പോൾ കാണാൻ പറ്റും 34,000 പേര് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി താഴേക്കുള്ളതാണ് പ്രോഗ്രാം ബീറ്റ ടെസ്റ്റർ. ഇവിടെയാണ് എല്ലാവർക്കും പണി മാളാൻ പോകുന്നത്. കാരണം
3 കണ്ടീഷനുള്ളത്. അതിൽ ഏതെങ്കിലും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ മതി. ഒന്നാമത്തെ 3 ട്രാൻസാക്ഷൻ എതീറിയം മെയിനെറ്റിൽ വേണം. മെയിനായിട്ട് എന്ന് വെച്ചാൽ എതീറിയം ചെയിനിൽ 3 ട്രാൻസാക്ഷൻ ഒന്നൊരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ എതീറിയത്തിൽ എന്ത് ചെയ്യുക റിസീവ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ട്രാൻസാക്ഷനൊക്കെ എതീറിയം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെക്സിൽ സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും NFT വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എതീറിയം ട്രാൻസാക്ഷനിൽ 3 ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ആക്സസ് കിട്ടും. രണ്ടാമത് പറയുന്നത് എതീറിയം മെയിനെറ്റിൽ ഒന്നുകിൽ 0.1 എതീറിയം വേണം, അല്ലെങ്കിൽ 250 USDC വേണം. അപ്പോൾ ഇതെനിക്കുള്ളതുകൊണ്ടാണ്, എൻ്റെ എതീറിയം മെയിനെറ്റിലുള്ളതുകൊണ്ടാണ് എനിക്ക് എന്താ 250 USDC ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഗിൽഡിൽ ആക്സസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കാണാൻ പറ്റും ആകെ 9600 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 10,000-20,000 അല്ലെങ്കിൽ 50,000 പേരൊക്കെ എന്ത് ചെയ്യും മാക്സിമം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവരും ഫണ്ട് ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ കയ്യിലും ഏതെങ്കിലും എയർ ഡ്രോപ്പിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപയാവും ടോട്ടൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ഏതെങ്കിലും എയർ ഡ്രോപ്പിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് ഒരു 250 USDC എന്ത് ചെയ്യണം, USDT അല്ല വേണ്ടത്, USDC എന്ത് ചെയ്യുക, ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ കൊണ്ട് ഹോൾഡ് ചെയ്യുക. പക്ഷേ ഈ ഹോൾഡ് ചെയ്യുന്ന സാധനം നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം റോള് കിട്ടി, എന്നിട്ട് എന്ത് ചെയ്തു, റോള് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഈ വാലറ്റിൽ നിന്ന് കൊണ്ടെടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ റോൾ ഓട്ടോമാറ്റിക്കലി പോകും. ഗിൽഡിൻ്റെ പ്രത്യേകത എന്നത്, ഗിൽഡിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഈ പ്രൊജക്റ്റ് കഴിയണ വരെ അത് ചെയ്തിരിക്കണം, അതവിടെ ഹോൾഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിരിക്കണം. അൺഫോളോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ആക്സസ് പോകും. ഇത് ഇടയ്ക്കിടയ്ക്ക് റീകണക്ട് ചെയ്ത് നിങ്ങൾ ഓരോ പ്രാവശ്യം കയറി ഇത് റീകണക്ട് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ആക്സസ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് തീരുന്ന വരെ 250 USDC നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റോള് പോകും. ഈ റോളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 3 മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് മേലെ കുറച്ച് കാണാൻ പറ്റും, ന്യൂ ടു സമ FH എന്നുണ്ട്. അപ്പോൾ അതിന്മേൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടേക്ക് വന്നത് കാണാൻ പറ്റും. ഇവിടെ എന്താണ് വന്നത്, ഒന്നാമത്തെ ടാസ്ക് വന്നത് 2 ആൻഡ് ടാസ്ക്കാണ് വന്നത്. ഒന്ന് ഇത് റീഡ് ചെയ്യുക, പിന്നെ എന്താ വന്നത് കമ്മ്യൂണിറ്റി പ്രോഗ്രാം ബീറ്റ ടെസ്റ്റ് റോൾ. ഇതേത് റോളാ, 250 USDC. അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തില്ല, ഇത് കിട്ടില്ല. അത് റോൾ ആണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ ഇത് കിട്ടുള്ളൂ. ഇനി തൊട്ട് താഴത്ത് എടുക്കാൻ നോക്കിയാലോ, അവിടെ എന്ത് വേണം, ഈ റോള് വേണം. അതായത് രണ്ടാമത്തെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഒന്നാമത്തെ റോൾ വേണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇത് 3, 4 ഈ കാണുന്ന 5 ടാസ്ക് എന്താണ്, ഓരോന്നും താഴേക്ക് കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഡിപ്പെൻഡൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ 250 USDC നീ എന്താ ഇത് വെറുതെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ പോവുക, അത് വായിച്ചു കൊടുക്കുക, വീഡിയോ കാണുക, തിരിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. പിന്നെ ഒന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. മൂന്നാമത്തേക്ക് വരുമ്പോൾ അടുത്തും കാണുക, അതിനുശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഗ്രൂപ്പും കംപ്ലീറ്റ് ആവും. അടുത്ത ക്രിയേറ്റർ പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്മ്യൂണിറ്റി പ്രോഗ്രാം ബീറ്റ ടെസ്റ്റ് റോൾ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇതിന് മസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റോളില്ലെങ്കിൽ 250 USDC സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റില്ല, ഇത് പറ്റില്ല. അതുപോലെ തന്നെ എന്ത് വേണം, അടുത്ത ടാസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോള് വേണം. അപ്പോൾ ഇങ്ങനെ എല്ലാം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ വന്നാലും എല്ലാം ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഓരോ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ വായിച്ചാൽ മതി, സമ ക്രിയേറ്റർ സബ്മിറ്റ് ഓൺലൈൻ മീറ്റപ്പ് ഓർഗനൈസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഓൺലൈൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചേ പോകുന്നുണ്ട്, ഓർഗനൈസേഷൻ ഓൺലൈൻ മീറ്റപ്പ് വർക്ക്ഷോപ്പ് ഓർ ടോക്ക് അബൌട്ട് SAMA ആൻഡ് FHE, പ്രൊമോട്ട് യുവർ ഇവന്റ് ഓൺ സോഷ്യൽ മീഡിയ ഓർ ഇൻ റെലവന്റ് കമ്മ്യൂണിറ്റി, ഹോസ്റ്റ് എ സെഷൻ, ലൈവ് സ്ട്രീം, വെബിനാർ, ട്വിറ്റർ സർവീസ് ഓഫ് സ്മോൾ ഗ്രൂപ്പ് കോൾ, മിനിമം 30 minutes 5+ അറ്റൻഡീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്നില്ലെങ്കിൽ ടെലഗ്രാമിലോ നമ്മുടെ ട്വിറ്റർ സ്പേസിലോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ഒരു കോൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിനും കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇംഗ്ലീഷിലാക്കി നമ്മൾ എന്ത് ചെയ്യും, സെഷൻ എടുക്കുക. അപ്പോൾ ഈ റോളുള്ളവർ എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൽ സെഷൻ എടുക്കും. സെഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ സെഷനിൽ ഒരു 5-6 പേർക്ക് എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻ കൊടുക്കും. അപ്പോൾ സെഷൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് ആൻസർ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആൻസർ പറയുകയും ചെയ്യും, അങ്ങോട്ടും എന്ത് ചെയ്യും, ആൻസർ പറയുകയും ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇവന്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സബ്മിറ്റ് ചെയ്യും. നമുക്ക് ടെലഗ്രാമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ചോദിച്ചു നോക്കണം. അപ്പോൾ ഇതിൽ ഈ റോൾ എടുക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് നമ്മുടെ ഒന്നില്ലെങ്കിൽ ടെലഗ്രാമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവരെ ഹോസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഇത് അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. പിന്നുള്ളത് ഒരു ഇൻ മീറ്റപ്പ് ആണ്, അതായത് നമുക്ക് റിയൽ ആയിട്ടുള്ള മീറ്റപ്പാണ്. പിന്നെ മിനിമം 5 അറ്റൻഡീസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നിങ്ങൾക്ക് ലോക്കലായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കാണിച്ച് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് 200 ക്രിയേറ്റർ പോയിന്റ് ഒക്കെ ഉണ്ട് ജൂലൈയിൽ മന്ത്. അപ്പോൾ ഇതും ജൂലൈയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ജൂലൈയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് എന്തായാലും ജൂലൈയിൽ ഒന്നില്ലെങ്കിൽ ട്വിറ്ററിൽ എന്ത് ചെയ്യും, ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മളത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഡെവലപ്പർ പ്രോഗ്രാമിലേക്ക് പോവാം. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമ്മ്യൂണിറ്റി പ്രോഗ്രാം ബീറ്റ ടെസ്റ്റ് റോൾ എന്തായാലും വേണം. പിന്നെ അടുത്തൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, ഹാവ് എ GitHub അക്കൗണ്ട് ഓൾഡർ ദാൻ 6 months എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു GitHub അക്കൗണ്ട് ഉണ്ട്, അത് 6 months ഓൾഡർ ഉണ്ട്. പിന്നെ എന്താണ് 10 കമ്മിറ്റ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ടെസ്റ്റ്നെറ്റ് സീരീസിൽ GitHubന്റെ ട്യൂട്ടോറിയൽ വീഡിയോ വന്നിട്ടുണ്ട്, അത് കണ്ടാൽ മതി. അപ്പം അത് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, GitHub ഇതാണ് ഇതുപോലെ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോൾ പഴയ Git അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ കുറേ കമ്മിറ്റുകൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഉള്ള അക്കൗണ്ട് വേണം. അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ
തന്നെ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, എല്ലാം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിനാകെ 869 ആൾക്കാർ മാത്രമേ ഉള്ളൂ 11 പ്ലസ്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്ന് ലേണർ റോൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓരോന്ന് വെറുതെ വായിക്കുക, അങ്ങനെ ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രമുള്ള ഓരോന്നിനുള്ളിൽ. പക്ഷേ ഈ റോള് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോകുന്ന ഒരു ഇത് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, വിടാതിരിക്കാനായിട്ട് നോക്കുക. അടുത്ത ബൗണ്ടി പ്രോഗ്രാമാണ്. അപ്പോൾ ബൗണ്ടി പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ സ്റ്റാർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ റെപ്പോസിറ്റിലേക്ക് നമ്മളൊന്ന് പോവുക. നമ്മളിവിടെ ഗിറ്റ് ഹബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ, ആ റെപ്പോസിറ്റി എടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ റെപ്പോസിറ്റിക്ക് എന്ത് ചെയ്യുക, മേലെ പോയിട്ട് ഒരു സ്റ്റാർ കൊടുത്താൻ പറ്റും. ഇതും കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിന് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി പ്രോഗ്രാം ബീറ്റ ടെസ്റ്ററോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. ഇതിലെല്ലാ ടാസ്കുകളും എല്ലാ സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ടാസ്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ടാസ്ക് നിങ്ങൾ ഈ ഒരു 250 USDC കൊണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാനുള്ള ബാക്കപ്പുള്ള ഫണ്ടാണെന്നുണ്ടെങ്കിൽ അതവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം മതി. അതായത് ചിലപ്പോൾ ഒരു 6 മാസം 7 മാസം ചിലപ്പോൾ പ്രോജക്റ്റ് വേണം, അല്ലെങ്കിൽ 4 മാസം പ്രോജക്റ്റ് വേണം. അത്ര നാളത്തേക്ക് ആ ഫണ്ട് ആവശ്യമില്ലാന്ന് എന്തായാലും ആ ഫണ്ട് 250 USDC എന്ത് ചെയ്യുക, അവിടെ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും വിടരുത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്റ്റാറും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആ റോള് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 250 USDC ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നില്ല. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ആ ഫണ്ട് ഒരു തരത്തിലും അതിൻ്റെ വാല്യൂ കുറയാൻ പാടില്ല. കാരണം USDC അല്ലേ, സ്റ്റേബിൾ കോയിനാണ്. അപ്പോൾ ആ സ്റ്റേബിൾ കോയിൻ്റെ വാല്യൂ ഒരിക്കലും പോവില്ല. നിങ്ങളത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ സേവ് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 0.1 എതീറിയം വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. പക്ഷേ അതിലൊരു റിസ്ക് ഉണ്ട്. ഈ 0.1 എതീറിയം ചിലപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ വാല്യൂ കുറയുമ്പോൾ കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ടോട്ടൽ. അപ്പോൾ 250 USDC വാല്യൂ ഉള്ളതാണ് 0.1 എതീറിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ 250 USDC ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ 2 മാസം കഴിയും ഈ പ്രോജക്റ്റ് തരുമ്പോൾ ചിലപ്പോൾ ഒരു ഡംപ് മാർക്കറ്റ് ആണെന്ന് എന്ത് ചെയ്യും, ആ 250 USDC ഒന്നും ചിലപ്പോൾ 200 USDC ആയിട്ടുണ്ടാവും, വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പമ്പ് മാർക്കറ്റ് ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു 350 USDC. അപ്പോൾ നിങ്ങൾക്കൊരു ലാഭം കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ 0.1 ഹോൾഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 250 USDC ഹോൾഡ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ ടാസ്കുകളെല്ലാം തീർക്കാൻ നോക്കുക. ഒറ്റെണ്ണം വിടരുത്. 250 USDC ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം മാക്സിമം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫ്രീ ആയിട്ടുള്ള യൂസേഴ്സ് എന്ത് ചെയ്യുക, ഈ 2 ടാസ്കുകൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഇതാണ് സാമയിലുള്ളത്. ഒരിക്കലും ഈ പ്രൊജക്റ്റ് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടെസ്റ്റ് നെറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് നെറ്റിൽ ആക്ടിവേറ്റ് ആവുക. അതുപോലെ ഡിസ്കോഡിലും ചെറുതായിട്ട് ആക്ടിവായിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ ഇവരെ പേജ് ഫോളോ ചെയ്യുക, പുതിയ വരുന്ന ന്യൂസുകൾ ചെയ്യാൻ നോക്കുക. പിന്നെ കൈറ്റ് ഓഫ് ഫാമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് 2-4 പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സാമ ചിലപ്പോൾ കൈറ്റോല് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉപകാരം ഉണ്ടാവും. സാമനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ടെക്നോളജിയും അതുപോലെ അതിൻ്റെ വൈറ്റ് പേപ്പറും സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പോഴേ തൊട്ട് ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. ഇനി വന്നില്ല എന്ന് വെച്ചാൽ തെറി പറയരുത്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റുകൾ കണ്ടതാണ്. അപ്പോൾ ഒരു ഊഹാഭോഗം മാത്രമാണ്. വന്നാൽ അത്ര നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ തന്നെ ചാൻസ് ഉറപ്പിക്കാം മറ്റുള്ള പ്രൊജക്റ്റിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രൊജക്റ്റ് എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.